രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യും. പ്രൈമറി മെമ്പർഷിപ്പ് ഇല്ലാതെ നിയമസഭയിൽ സ്വതന്ത്രന്റെ പരിവേഷത്തിൽ അദ്ദേഹം ഇരിക്കേണ്ടി വരും. സ്പീക്കറെ ഇക്കാര്യം അറിയിക്കുമെന്നും കോൺഗ്രസ് പ്രസ്ഥാനം പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഭൂരിപക്ഷ നേതാക്കന്മാരും എത്തിക്കഴിഞ്ഞു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിൻ്റെ മറ്റ് സംഘടനാപരമായ തീരുമാനങ്ങൾ KPCC അധ്യക്ഷൻ 10 മണിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. എന്നാൽ ആ തീരുമാനം അതിനു മുമ്പ് തന്നെ പുറത്തു വന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 6 മാസക്കാലത്തേക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് പുറത്തായിരിക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലടക്കം അദ്ദേഹത്തിന് പങ്കെടുക്കാൻ തടസ്സങ്ങളുണ്ടായിരിക്കും. എന്നാൽ അദ്ദേഹം സ്വതന്ത്ര MLA എന്ന പരിവേഷം പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരുപക്ഷെ വേറെ സീറ്റിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുമെങ്കിലും സ്വതന്ത്രം എന്നത് സാങ്കേതിക അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ വിപ്പ് പ്രകാരം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ ഒരു നടപടി നേരിടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ നിയമസഭാ സമ്മേളനം സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്നുണ്ട്. ആ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല. അക്കാര്യം സ്പീക്കറെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ സംഘടനാ നടപടി സംബന്ധിച്ച തീരുമാനം 10 മണിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അവധിക്ക് അപേക്ഷ കൊടുക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്നുകൂടി വാർത്ത വരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷബീദ് റാവുത്തർ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ 6 മാസത്തേക്ക് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതെന്ന തീരുമാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തുള്ളത്. കോൺഗ്രസ് നേതൃത്വം അവധി ആവശ്യപ്പെടും എന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ഷബീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. പറയൂ ഷബീദ്. നടപടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇപ്പോൾ പുറത്തുവരുന്ന പലതരത്തിലുള്ള വിവരമനുസരിച്ച് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല. പകരം 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മാത്രമാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കുറച്ചെങ്കിലും ശബ്ദമുയർത്താൻ, പാർട്ടിക്കുള്ളിൽ ശബ്ദമുയർത്താൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് ചില അതൃപ്തികളുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുൻപിലുള്ള പോംവഴി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അത് കോൺഗ്രസ് MLA ആയിട്ടല്ല എങ്കിൽ കൂടി അദ്ദേഹം വരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പാർട്ടിക്ക് അത് വീണ്ടും വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി പാർട്ടിക്ക് കിടക്കും. അത് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നേതാക്കൾ തമ്മിൽ കൂടിയാലോചിച്ച സസ്പെൻഷൻ, പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. അതിൽ അവധി ആവശ്യപ്പെടാൻ, രാഹുൽ മാങ്കൂട്ടത്തിനോട് അവധി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ വിവാദങ്ങളുടെ സീരീസിൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയായിരുന്നു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഇനിയും കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ചുമക്കുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. കൂടുതൽ വെളിപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അത് ബാധിക്കും എന്ന് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം KPCC അധ്യക്ഷനോട് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ KPCC നേതൃത്വം എത്തിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ മുൻപ് നേതാക്കൾ പറഞ്ഞതുപോലെ ഒരു ഉറച്ച നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. കാരണം VD സതീശൻ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിലെ പ്രതികരണത്തിൽ പറഞ്ഞത് കടുത്ത നടപടി ഉണ്ടാകും, മാത്രവുമല്ല ഞങ്ങൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നായിരുന്നു സണ്ണി ജോസഫും ഇന്നലെ പ്രതികരിച്ചത്. രാജി എന്നുള്ള ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ AICCയുടെ ഇടപെടലും ഉണ്ടായില്ല. KPCC ആണ് ആ വിഷയം തീരുമാനിച്ചത്. സ്വാഭാവികമായും KPCCയുടെ മുൻപിൽ അവർക്ക് മുഖം രക്ഷിക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് പാർട്ടി ഇപ്പോൾ കടന്നുപോകുന്ന വിവാദങ്ങൾ അതല്ലെങ്കിൽ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.